നമസ്തേ. ലോകത്തിലെ ആദ്യത്തെ ആദിശൂന്യ ബലശക്തി ക്ഷേത്രമായ കുടപ്പനക്കുന്ന് തപോവനം സിദ്ധാശ്രമത്തിലെ മഠാധിപതി സംപൂജ്യ ഗുരുജി ബോധിസത്വൻ മാധവാചാര്യനാണ് നിർവാണയോഗ എന്ന മഹാവടവൃക്ഷത്തിൻ്റെ ഉപജ്ഞാതാവ്. ഒരു മനുഷ്യനിൽ പഞ്ചഭൂതങ്ങൾ, 41 അഗ്നികൾ, ദശപ്രാണനുകൾ, 6 ആധാരചക്രങ്ങളിലായി 1,08,000 യോഗനാഡികൾ, കുണ്ടലിനി മേഖലാ പ്രവർത്തനം, കൂടാതെ സഹസ്രമേഖലാ പ്രവർത്തനം, ഇവയാണ് ഒരു ശരീരം ഒരു ഫാക്ടറി എന്ന വണ്ണം പ്രവർത്തനക്ഷമമാകുന്നത്. ഇതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളോ വികലതകളോ ഉണ്ടെങ്കിൽ അതാതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ നമ്മെ ബാധിക്കുന്നു. ഇത് പരിഹരിക്കുന്നതിന് നിർവാണയോഗയിൽ വ്യത്യസ്തമായ ക്രിയകൾ, പ്രാണായാമങ്ങൾ, അറേക്കി അഡ്വാൻസ്ഡ് ഹീലിംഗ് മെഡിറ്റേഷൻ, വിവിധ തരം ധ്യാന മാർഗങ്ങൾ എന്നിവ നിലവിലുണ്ട്. പ്രപഞ്ചത്തിലെ ആദിമൂലനാദമായ ഓംകാരം എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്നു. ഇതിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യയാകുന്നു നിർവാണയോഗയിലെ ഓംകാരക്രിയ. ഓംകാരക്രിയയെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലെ നമ്പറുമായി ബന്ധപ്പെടുക. തുടർന്നും ഓരോ ക്രിയകളുടെ വീഡിയോസ് ലഭ്യമാകുന്നതാണ്. ഇനി ഓംകാരക്രിയയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓംകാരക്രിയ പ്രപഞ്ചത്തിലെ ആദിമൂലനാദവും സമസ്ത സൃഷ്ടിയുടെയും ചലന ആധാരവുമാകുന്നു ഓം. ഓംകാര താളത്തിലാണ് സകല ജീവപ്രാണക്രിയാ പ്രവർത്തന പ്രക്രിയകളും പൂർണ്ണമാകുന്നത്. പ്രപഞ്ചത്തിലെ ഒരു ചെറു ആദിസ്പന്ദനം മുതൽ പ്രണവത്തിൽ നിന്നുതിർന്ന ഓംകാരത്തിൽ കൂടിയാകുന്നു പ്രപഞ്ചവികാസം ഉണ്ടാകപ്പെട്ടത്. അകാരം, ഉകാരം, മകാരം, അംകാരം ഇവ 4 കൂടിച്ചേർന്ന ആധാരനാദമാകുന്നു ഓംകാരം. പ്രപഞ്ചത്തിലെ സമസ്ത നാദങ്ങളിലും ഓംകാരത്തിൻ്റെ തരംഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓരോ വ്യക്തികളിലും ഇവ 4 പൂർണ്ണമായും പ്രകടമാകാതെ വരുമ്പോഴാണ് പല പ്രകാരത്തിലുമുള്ള അപൂർണത പലരിലും ദൃശ്യമാകുന്നത്. ശാരീരികമായും മാനസികമായുമുള്ള അസന്തുലിതാവസ്ഥയ്ക്ക് ഈ കുറവുകൾ കാരണമാകുന്നു. ഇത് ശരിയായ കർമ്മനിർവഹണത്തിന് തടസ്സവും സൃഷ്ടിക്കുന്നു. ഓംകാരക്രിയ നിത്യസാധനയായും ചികിത്സാരൂപത്തിലുള്ള ക്രിയയായും നിത്യേന ഉദയവേളയിൽ അല്ലെങ്കിൽ ഉദയത്തിന് 2 നാഴിക മുൻപേ ചെയ്യാവുന്നതാണ്. ഇത് നിത്യേന സാധന ചെയ്യുന്ന പക്ഷം ഓരോ വ്യക്തിയിലും ഓംകാരനാദത്തിൻ്റെ പൂർണ്ണമായ തരംഗമുണ്ടാകുകയും ഇവയുടെ കുറവ് പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു. ലളിതമായ പ്രാണായാമത്തോടുകൂടിയും ഓംകാരവും മറ്റു മൂലശബ്ദങ്ങളും സംയോജിപ്പിച്ചും പരിശീലിക്കേണ്ടുന്ന ക്രിയയാകുന്നു ഓംകാരക്രിയ. ഈ ക്രിയ പരിശീലിക്കുന്നതിലൂടെ പ്രാണായാമത്തിൻ്റെ ഗുണങ്ങളോടൊപ്പം തന്നെ വിവിധ ശബ്ദങ്ങളിലൂടെ ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളും യോഗനാഡികളും ഉത്തേജിക്കപ്പെടുന്നു. ഇതിലൂടെ വ്യക്തിതൻ ബോധ ഉണർവ് വർദ്ധിക്കുകയും ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങൾ കുറഞ്ഞ് ഓരോ വ്യക്തികളും സ്വസ്ഥമായ മാനസികാവസ്ഥയിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. ഓരോ വ്യക്തികളുടെയും തരംഗ നിലവാരം അനുസരിച്ചുള്ള സാധനാ കാലയളവും പൂർണ്ണഗുരു ശ്രീ മാധവാചാര്യനാൽ നിർദ്ദേശിക്കപ്പെടുന്നു. ശരീര മനസ്സുകളുടെ ആരോഗ്യത്തിനായി ഊർജ സ്വീകരണ വിനിമയ പ്രക്രിയ നടത്തുന്ന 6 ആധാരചക്രങ്ങളുടെയും സമയാനുസരണമുള്ള ശുദ്ധീകരണത്തിന് സഹായിക്കുന്ന മഹത് വിദ്യയാകുന്നു ഓംകാരക്രിയ. ആധാരചക്രങ്ങളുടെ ഇടവും വലവുമായുള്ള ചലനത്തെ ത്വരിതപ്പെടുത്തുന്നതിന് ഉത്തമമായ ക്രിയയാകുന്നു ഇത്. ശ്വസന വ്യവസ്ഥയെ ശാക്തീകരിക്കാൻ സഹായിക്കുന്നു. വാതം, പിത്തം,
കഫം എന്നിവയുടെ അധിക പ്രവർത്തനത്തെ സന്തുലീകരിക്കാൻ സഹായിക്കുന്നു. അധികക്ഷമതയും ന്യൂനക്ഷമതയും സന്തുലീകരിക്കുന്നു. ജീവശക്തി പ്രവാഹം വർദ്ധിപ്പിച്ച് സംഘർഷവും ഉത്കണ്ഠയും ഇല്ലാതാക്കുന്നു. അതിവേഗം ധ്യാനാവസ്ഥ ഉളവാക്കി ബോധ ഉണർവോടുകൂടി കർമ്മം ചെയ്യുവാൻ പ്രാപ്തി നേടുന്നു. ഇവ കൂടാതെ ഷഡാധാരങ്ങളിലും ഊർജ്ജ പ്രവാഹം നടന്ന് ശുദ്ധീകരണം സംഭവിച്ച് കുണ്ടലിനി ഉണർവുണ്ടായി സഹസ്രാര മേഖലയിൽ ബോധ ഉണർവും വിവേകവും സംഭവിക്കുന്നു. ഇവയോടൊപ്പം പ്രാണമേഖലയിലും വിശുദ്ധി ചക്രത്തിലും ശുദ്ധീകരണം നടക്കുന്നു. ഇത് സംഗീതം അഭ്യസിക്കുന്നവർക്കും സംഗീതജ്ഞർക്കും സപ്തസ്വരങ്ങളുടെ ശുദ്ധതയ്ക്കും ആരോഹണ അവരോഹണങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിനും ഏറെ സഹായിക്കുന്നു. മനുഷ്യൻ ഓംകാരരൂപിയാണ്. അതിനാൽ തന്നെ ഓംകാരം എല്ലാ പേരിലും അടങ്ങിയിരിക്കുന്നു. ഒരു അമ്മ കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുമ്പോൾ അവൻ ഉറങ്ങാൻ കാരണവും ഇത് തന്നെയാണ്. കുണ്ടലിനി ഉണർവുണ്ടാകുന്നതോടുകൂടി സർഗകലകളും ഉണരപ്പെടും. സർഗകലകൾ അഭ്യസിക്കുന്നവർക്ക് അധമ സംസ്കാരങ്ങൾ കുറഞ്ഞിരിക്കുകയും നല്ല ചിന്തകളും ആ ചിന്തകളെ കർമ്മത്തിൽ കൊണ്ടുവരാനും അവരെ അത് സഹായിക്കുന്നു. അങ്ങനെ നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാം ഓംകാരക്രിയയിൽ കൂടി. നമസ്കാരം.